ഹലോ, എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മളങ്ങനെ പശ്ചിമ ബംഗാളിലൂടെയുള്ള യാത്ര തുടരുകയാണ്. യാത്രയുടെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഉള്ളത് ജൽപായ്ഗുരി എന്ന ഒരു സ്ഥലത്താണ്. ജൽപായ്ഗുരി ഒരു ജില്ലയും കൂടിയാണ്. എന്തായാലും അതിനോട് ചേർന്നുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, എൻ്റെ ഇരുവശങ്ങളിലും കൃഷിയിടങ്ങളാണ്, കൃഷിത്തോട്ടങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. ഒരു ഭാഗത്ത് ചോളം കൃഷി ചെയ്തിരിക്കുന്നു, ഒരു ഭാഗത്ത് പാവയ്ക്കാണ് കൃഷി ചെയ്തിരിക്കുന്നത്. അങ്ങനെ മനോഹരമായ ഒരു കൃഷിയിടത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്നാൽ ഈ പറയുന്ന ചോളവും ഈ പറയുന്ന പാവയ്ക്കയും മാത്രമല്ല ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടിയൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ധാരാളം മുളകുകളും അതോടൊപ്പം തന്നെ മറ്റ് പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുന്നതൊക്കെ കാണാൻ കഴിയും. അപ്പോൾ ജൽപായ്ഗുരിയിൽ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ജൽപായ്ഗുരിയിൽ നിന്ന് ഏകദേശം ടൗണിൽ നിന്ന് ഏകദേശം ഒരു 5-8 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 10 കിലോമീറ്ററോളം മാറിയിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് സാരദാപ്പള്ളി എന്നാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടുത്തെ ഗ്രാമം. ഈ ഗ്രാമം എന്ന് പറയുന്നത് ഒരു റോഡിൻ്റെ ഒരു വശത്തായിട്ടാണ്. അതിങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ നീളത്തിൽ കിടക്കുകയാണ്. ഒരു ഭാഗത്ത് അവരുടെ വീടുകളും ഒരു ഭാഗത്ത് കൃഷിയുമാണ്. നമ്മളിപ്പോൾ കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൃഷിസ്ഥലം എന്ന് വേണമെങ്കിൽ കുറേ ദിവസം വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടീസ്റ്റാ റിവറിൻ്റെ ഒരു ഭാഗമാണ്. ടീസ്റ്റാ റിവർ എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു റിവറാണ്. അപ്പോൾ മഴക്കാല സമയങ്ങളിലാണ് ടീസ്റ്റാ റിവറിൽ അത്യാവശ്യം വെള്ളം നിറഞ്ഞൊഴുകുന്നത്. ഫ്ലഡൊക്കെ വരാറുണ്ട്. ആ സമയത്തൊക്കെ ഈ കാണുന്ന നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന വീടുകളിലൊക്കെ വെള്ളം കയറാറുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് അവരെ മാറ്റി പാർപ്പിക്കുകയും ചെയ്യും. അത്യാവശ്യം വലിയ ഒരു റിവറാണ്. അതുകൊണ്ട് തന്നെ ഈ വിശാലമായി കിടക്കുന്ന സ്ഥലങ്ങളിൽ വേനൽക്കാലത്തും അതോടൊപ്പം തന്നെ മഴയില്ലാത്ത സമയത്തും പിന്നെ നദിയിൽ വെള്ളമില്ലാത്ത സമയത്തൊക്കെ ഇതുപോലെ ഇവിടെ താമസിക്കുന്ന ജനങ്ങൾ ഇതുപോലെ കൃഷി ചെയ്യും. വെറുതെ റിവർ ഇങ്ങനെ വറ്റി വരണ്ട് കിടക്കില്ല. ആ സമയത്ത് ഇവർ ഈ കാണുന്ന രീതിയിൽ പലതരം കൃഷികളാണ് ഇവിടെ ചെയ്തു വരുന്നത്. ശരിക്കും ഈ ഗ്രാമത്തിലെ ആൾക്കാരൊക്കെ കൂടുതലും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. മാത്രമല്ല പിന്നെ ആടുമാടുകളെയും വളർത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവരുടെ പ്രധാന ഉപജീവന മാർഗവും. എന്തായാലും നമുക്ക് ഇതിലൂടെയൊക്കെ നടന്ന് ഈ കൃഷിയിടങ്ങളിലൂടെയൊക്കെ നടന്ന് ഇവിടുത്തെ കാഴ്ചകൾ കാണുകയും മാത്രമല്ല നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു കൃഷിസ്ഥലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആ വീടുകളൊക്കെ സ്ഥിതി ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് പോയിട്ട് അവരുടെ ആ ഒരു വീടൊക്കെ നമുക്ക് പറ്റുവാണെങ്കിൽ കാണാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ നിന്ന് ആരംഭിക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബിബിൻ. വെൽക്കം ടു ബി ബ്രോ സ്റ്റോറീസ്. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ കൃഷിയിടങ്ങളിലൂടെയുള്ള നടത്തം ആരംഭിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, പലതരത്തിലുള്ള കൃഷികളാണ് ഇവിടെ പ്രധാനമായിട്ടും ചെയ്യുന്നത്. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ഈ ഒരു സ്ഥലത്ത് 3-4 വീടുകളൊക്കെ ഉണ്ട്. അതൊരോ ഫാമിലിയാണ്. അവർ വേനൽക്കാലത്തും അല്ലെങ്കിൽ മഴയില്ലാത്ത സമയത്ത്, ഇവിടെ വെള്ളമില്ലാത്ത സമയത്ത് ഇവരിവിടെ താമസിച്ചുകൊണ്ടാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ, ഇതിനോട് ചേർന്നുള്ള റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ താമസിക്കുന്ന ആൾക്കാരും കുറേ ഭാഗങ്ങളിൽ കൃഷി ചെയ്യുന്നുണ്ട്. കുറച്ച് ആൾക്കാർ ഇതുപോലെ കൃഷിയിടങ്ങളിൽ തന്നെ താമസിച്ച് കൃഷി ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പം 1-2 ചേച്ചിമാരെ പരിചയപ്പെട്ടു. അവർ അവരുടെ കൃഷിയിടത്തു നിന്ന് മുളക് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ വേലിയൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് അവരുടെ കൃഷിയിടം തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അതിനോട് ചേർന്നാണ് അവരുടെ ആ ഒരു ചെറിയ ഷെഡ് അല്ലെങ്കിൽ അവർ താമസിക്കുന്ന വീട് പണിതിരിക്കുന്നത്. വീട് എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ 2 മുറികളെ ഈ ഒരു ഷെഡിനുള്ളൂ. ഒരു ഭാഗത്ത് പാചകം ചെയ്യുന്നു, ഒരു ഭാഗത്ത് അവർ കിടക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ അന്വേഷിച്ച വീട്ടിൽ 2 പേരാണുള്ളത്. അതിൽ ഒരു ഭയ്യയുടെ ഭാര്യയാണ് താമസിക്കുന്നത്. കുട്ടികൾ വേറെ സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ട് കുറച്ച് ദൂരെ അമ്മൂമ്മയുടെ കൂടെ നിന്നാണ് അവർ പഠിക്കുന്നത്. എന്തായാലും ഇവർ ഈ ടീസ്റ്റാ റിവറിൽ കൃഷി ചെയ്ത് താമസിച്ച് വരികയാണ്. അവർ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് മുളകാണ് അവരുടെ പ്രധാന കൃഷി. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് വിളവെടുക്കുന്ന സമയമായതുകൊണ്ട് അവർ മുളക് പറിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന ചെറിയൊരു ഷെഡായതുകൊണ്ട് വളരെ പരിമിതമായ സ്ഥലത്താണ് അവർ കിടന്നുറങ്ങുന്നതും ഭക്ഷണം പാചകം ചെയ്യുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ബംഗാളിൽ നമുക്കറിയാം വേതനം വളരെ കുറവാണ്. മാക്സിമം ഒരു സ്ത്രീകൾ പുറത്തു പോയി ജോലി ചെയ്ത് കഴിഞ്ഞാൽ 250 രൂപ അല്ലെങ്കിൽ 300 രൂപ, ചിലർക്ക് 200 രൂപ ഇങ്ങനെയൊക്കെയാണ് വേതനം ലഭിക്കുക. ആണുങ്ങൾക്കാണെങ്കിൽ മാക്സിമം 500 രൂപ വരെയാണ് വേതനം ലഭിക്കുക. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കൃഷിയിടത്ത് വന്ന് താമസിച്ച് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ചിട്ടാണ് അവരുടെ കുടുംബം മുന്നോട്ട് പോകുന്നത്. ഒരു സ്ഥലത്തിപ്പോൾ ജോലി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം മാക്സിമം കിട്ടുന്ന വേതനം ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീകൾക്കൊക്കെ ഇത്രേ കിട്ടുള്ളൂ. അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളും ലാഭം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് കൃഷിയിടം ഇതുപോലെ കെട്ടിത്തീർത്ത് അതിൽ എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി വരുമാനം അവർക്ക് കിട്ടുന്നതാണ്. പക്ഷേ കുറച്ച് ബുദ്ധിമുട്ട് കൂടുതലാണ്. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ താമസം വളരെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഈ ഒരു ചെറിയ ഷെഡിൽ ഒതുങ്ങിക്കൂടണം. പിന്നെ ഇവരുടെ വീട് അല്ലെങ്കിൽ ആ ഒരു ഷെഡ് നിർമ്മിച്ചിരിക്കുന്നത് ചണത്തിൻ്റെ സ്റ്റിക്ക് കൊണ്ടാണ്. ജൂട്ടിൻ്റെ സ്റ്റിക്കാണ് പ്രധാനമായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ മുളയും ഉപയോഗിച്ചിട്ടുണ്ട്. ധാരാളമായിട്ട് മുള കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുളയും ഈ ജൂട്ട് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് അവരുടെ വീടിൻ്റെ നിർമ്മാണ രീതികളൊക്കെ. മുകളിലാണെങ്കിൽ ടിൻ ഷീറ്റ് ഉപയോഗിച്ചിരിക്കുന്നു. മാത്രമല്ല ടാർപോളിൻ ഷീറ്റ്
ആയിട്ടും അവർ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് ആ വീടിൻ്റെ മേൽക്കൂരയിൽ ചൂടിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് അവർ ലവ് എന്ന് പറയുന്ന ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പച്ചക്കറിയാണ്, അതിങ്ങനെ പടർത്തി വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ നനച്ചു കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത്യാവശ്യം അവർക്ക് കിടക്കുന്ന സമയത്ത് അധികം ചൂടേൽക്കാതെ കിടന്നുറങ്ങാനായിട്ട് സാധിക്കും. പിന്നെ ഏറ്റവും വളരെ സന്തോഷം തോന്നിയൊരു കാര്യം, വർഷങ്ങൾക്ക് ശേഷം മണ്ണെണ്ണ വിളക്ക് കാണുകയാണ് കേട്ടോ. അടുക്കളയിൽ ഞാൻ നോക്കിയപ്പോഴത്തേനും ഒരു മണ്ണെണ്ണ വിളക്ക്. എൻ്റെ വീട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്നു, എല്ലായിടത്തും കറണ്ടായി സൗകര്യങ്ങളായി. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമുക്ക് മണ്ണെണ്ണ വിളക്കുകളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെ വളരെ യാദൃശ്യമായി കണ്ടൊരു കാഴ്ചയാണ് മണ്ണെണ്ണ വിളക്ക്. പിന്നെ അവർ തറയൊക്കെ മെഴുകിയിരിക്കുന്നത് ചാണകവും മണ്ണൊക്കെ ഉപയോഗിച്ച് തന്നെയാണ്. അടുക്കളയാണെങ്കിലും അവർ താമസിക്കുന്ന ഭാഗങ്ങളിലൊക്കെ ചാണകം ഉപയോഗിച്ചിട്ടാണ് തറയൊക്കെ മെഴുകിയിരിക്കുന്നത്. ഒരു കട്ടിലിട്ടിട്ടുണ്ട്, അതിലാണ് അവർ രണ്ടുപേരും കിടന്നുറങ്ങുന്നത്. പിന്നെ മാത്രമല്ല, ഈ മുളക് കൃഷി കഴിഞ്ഞ് കഴിഞ്ഞാൽ പലതരം കൃഷികൾ ഇവർ ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ ചിലപ്പോൾ അടുത്തത് വെളുത്തുള്ളി ആയിരിക്കും, പിന്നെ ചിലപ്പോൾ ഉരുളക്കിഴങ്ങാവാം. എന്തായാലും ഉരുളക്കിഴങ്ങും വെളുത്തുള്ളിയൊക്കെ ഒരു ഭാഗത്ത് അവരിങ്ങനെ ചാക്കിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. അതിനി പുറത്തുകൊണ്ട് വിൽക്കാനായിരിക്കും. നല്ല വില കിട്ടുന്ന സമയത്തായിരിക്കും അവരത് പുറത്ത് വിൽക്കുക. എന്തായാലും ഈ ഒരു കൃഷിയിടത്ത് താമസിക്കുന്ന ഒരു ഫാമിലിയെ പരിചയപ്പെടാനും അവരുടെ കൃഷി രീതികളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും നമ്മുടെ ബാക്കി യാത്രയൊക്കെ തുടർന്ന് മറ്റ് കാഴ്ചകൾ കാണാം. അങ്ങനെ കുറച്ചുകൂടിയൊക്കെ ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മറ്റൊരു വീട് സ്ഥിതി ചെയ്യുന്ന ഒരു ഭാഗത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ വീട് മാത്രമല്ല, അവരുടെ കൃഷിയിടവും നമുക്ക് കാണാൻ കഴിയും. ഇവിടെ പ്രധാനമായിട്ടും മുളക് കൃഷി ചെയ്യുന്നുണ്ട്, പാവയ്ക്ക കൃഷി ചെയ്യുന്നുണ്ട്, പിന്നെ പൊട്ടൽ എന്ന് പറയുന്ന ബംഗാളിലെ മറ്റൊരു പച്ചക്കറി ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങനെ പലതരം പച്ചക്കറികൾ നമ്മളിപ്പോൾ നിൽക്കുന്ന വീട്ടിലുള്ള ആൾക്കാർ കൃഷി ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു ഭയ്യാനെ പരിചയപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഭയ്യ, आपका नाम क्या है? बोलराम है। बोलराम, ओके ओके। आपका खेती है ना? हाँ, मेरा खेती है। अच्छा अच्छा, ठीक है। क्या क्या खेती है इधर? इधर मिर्ची है, हाँ, मिर्ची है, करेला है, करला है, पोटल है, झींगा है, ഓക്കെ ഓക്കെ. भुट्टा बारी है। ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും നമുക്ക് ഇദ്ദേഹത്തിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ഭാഗത്തേക്ക് നടന്ന് ആ വീടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇവരുടെ കൃഷിയിടങ്ങളിലൂടെയൊക്കെ നടന്ന് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് പങ്കുവയ്ക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ ചുറ്റും ഇവരുടെ കൃഷിയിടമാണ്, ഈ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരുടെ കൃഷിയിടമാണ് ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു സംഭവം, ഈ ലവ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അങ്ങനെ അധികം കാണാത്തൊരു സാധനം. കുമ്പളങ്ങയുടെയൊക്കെ ഷേപ്പ് പോലെ ഇരിക്കുമെങ്കിലും പക്ഷേ കുമ്പളങ്ങയല്ല, വലിയ നീളത്തിൽ വരുന്നതാണ്. അത് നമുക്കിവിടെ കാണാൻ കഴിയും. നമുക്ക് നേരത്തെ കണ്ട വീട്ടിൽ അതിൻ്റെ ഇതൊന്നും കണ്ടില്ലായിരുന്നു. ആ ഒരു ലീഫ് മാത്രമേ, ഇല മാത്രമേ നമുക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ ഒരെണ്ണം നല്ല ഭംഗിയായിട്ട് നിപ്പുണ്ട്. ഇതാണ് ഈ നാട്ടിൽ ലവ് എന്ന് പറയുന്ന പച്ചക്കറി. ബംഗാളിൽ ഇത് ധാരാളമായിട്ട് ഈ ഒരു പച്ചക്കറി അവർ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇവരിങ്ങനെ കൃഷി ചെയ്യുന്നത്. ഇതിപ്പോൾ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ കൃഷിയിടങ്ങളിൽ വ്യാപകമായിട്ട് ലവ് കൃഷി ചെയ്യുന്നുണ്ട്. ഇത് അത്യാവശ്യം ഒരു 2 കിലോ 3 കിലോ ഒക്കെ വരുന്ന ലവ് ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ യാത്രയിലൊക്കെ ഞാൻ ഏതോ ഒരു സമയത്ത് ഏതോ ഒരു ഗ്രാമത്തിൽ പോയപ്പോൾ കണ്ടിരുന്നു. ഇത്രയും വലിയൊരു ലവ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അത്യാവശ്യം നീളത്തിലുള്ള ആ ഒരു പച്ചക്കറി. അതിൻ്റെ പേര് മലയാളത്തിൽ എനിക്കറിയില്ല. ഇവിടെ ഇവർ പറയുന്നത് ലവ് എന്നാണ്. അപ്പോൾ ഞാനതുകൊണ്ട് ലവ് എന്നതിനെ ഉച്ചരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ കാണാൻ ഉദ്ദേശിച്ച കാഴ്ച അധികം ദൂരം പോകേണ്ടി വന്നില്ല, നമുക്ക് ഇവിടെ തന്നെ കാണാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു വീടിൻ്റെ മുകളിൽ അത് അവരിങ്ങനെ പടർത്തി പന്തലിപ്പിച്ചിട്ടിരിക്കുകയാണ്. ഈ ഒരു തണുപ്പും കിട്ടും, നല്ല സുഖമാണ്, പിന്നെ വെള്ളവും കിട്ടും. അവർക്ക് പിന്നീട് ഭക്ഷണത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ ഇതാ ഒരു ചേച്ചി ഇവിടെ ഇരുന്ന് കുറച്ച് ജോലികളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബീൻസൊക്കെ തന്നെയാണ്. ബീൻസുണ്ട്, മുളകുണ്ട്. ഇതിങ്ങനെ ഉണക്കാനിട്ടിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് സീഡ് എടുത്തിട്ട് ഒരു അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണക്കാനിട്ടിരിക്കുന്നത്. കുറേയൊക്കെ അവർ കൃഷി ചെയ്തു. ഈ കാണുന്ന ഈ ബീൻസൊക്കെ കുറച്ചൊക്കെ അവർ പൊട്ടിച്ചെടുത്തിട്ട് കറി വെക്കാൻ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. എല്ലാം ഒന്നും സീഡിന് ഉപയോഗിക്കുകയല്ല, കുറേയൊക്കെ അവർ സീഡിന് ഉപയോഗിക്കും, കുറേയൊക്കെ അവർ ഭരണിയിലാക്കിയിട്ട് നമ്മൾ വൻപയറൊക്കെ ഉണ്ടല്ലോ അതുപോലെ അവരിങ്ങനെ കറി വെച്ച് കഴിക്കും. പിന്നെ ഇതിപ്പം അമ്മച്ചിത എന്തോ ഒരു സീഡ് അതിൽ നിന്ന് വേർതിരിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കിയ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അവർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണത്തിനായിട്ട് അതും ബീൻസിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന ആ ഒരു സീഡ് ഉണ്ടല്ലോ അതാണ് അവർ കഴുകി വൃത്തിയാക്കിയിട്ട് ഉച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പാചകത്തിനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ കാണാൻ കഴിഞ്ഞത്. സമാനമായി നേരത്തെ കണ്ട പോലെ തന്നെ വീടുകളാണ് നമുക്ക് ഇവിടെയും കാണാൻ കഴിയുക. ജൂട്ടിൻ്റെ സ്റ്റിക്കാണ് സൈഡിൽ അവർ മറച്ചിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം നമുക്ക് കാണാൻ കഴിഞ്ഞത്, ഒരു ഭാഗത്ത് അവർ താമസിക്കും, മറുഭാഗത്ത് അവർ പാചകം ചെയ്യുകയും ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരു ബയ്യ ഉണ്ട്, ബയ്യയുടെ ഭാര്യയുണ്ട്, പിന്നെ ബയ്യയുടെ മോളുണ്ട്. അപ്പോൾ അവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു കൃഷിയിടത്ത് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് ഒരു പച്ചക്കറി
അടർത്തിയെടുത്തിരിക്കുകയാണ്. അടർത്തിയെടുക്കാൻ അനുവാദം തന്നിട്ടുണ്ട്, അതുകൊണ്ട് അടർത്തിയെടുത്താണ് കേട്ടോ. ചോദിച്ചിട്ട് ഇതുപോലെ പറിക്കാവുള്ളൂ. അദ്ദേഹം പറഞ്ഞു പറിച്ചോളം പറഞ്ഞു ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥന്. അപ്പോൾ ഇത് പൊട്ടൽ എന്ന് പറയുന്ന ബംഗാളിലെ ഒരു പ്രധാന പച്ചക്കറി വിഭവമാണ്. നമ്മൾ നാസർ ബന്ധുവിനോടൊപ്പം യാത്ര ചെയ്യുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇത് ബംഗാളിൽ ധാരാളമായിട്ട് അവർ ഭക്ഷിക്കുന്ന ഒരു പച്ചക്കറിയാണിത്. അപ്പോൾ ഇതിൻ്റെ പേര് പൊട്ടൽ എന്നാണ്. ഇത് നമ്മുടെ കേരളത്തിലില്ല. ബന്ധുവും പറഞ്ഞത് കേരളത്തിൽ കിട്ടില്ലെന്ന് പറഞ്ഞു. ഇത് അരിഞ്ഞ് അവർ ഉച്ചയ്ക്ക് ഊണിനും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ അവർ കഴിക്കുന്നതാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഇതിനകത്ത് ഉള്ളതെന്നുള്ളത്. നമ്മൾ വിചാരിക്കും ഇത് കോവയ്ക്കയാണ്, പക്ഷേ ഇത് കോവയ്ക്കല്ല കേട്ടോ. ഇത്രയും വലിയ കോവയ്ക്ക എന്തായാലും നമ്മുടെ നാട്ടിലുണ്ടാവില്ല. ഇനിയിപ്പോൾ ഉണ്ടായാൽ തന്നെയും ഇതും വ്യത്യാസമുണ്ട്. ഇത് പൊട്ടൽ എന്ന് പറയുന്ന ഒരു പച്ചക്കറിയാണ്. കണ്ടു കഴിഞ്ഞാൽ കോവയ്ക്ക പോലെ ഇരിക്കും. അതിൻ്റെ സമാനമായ രീതിയിൽ തന്നെയാണ് കോവയ്ക്ക നമ്മളിങ്ങനെ പടർത്തി പന്തലിട്ടിങ്ങനെ വളർത്തുമല്ലോ, അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇത്. നമ്മളിതിൻ്റെ ചെറുത് കാണുമ്പോൾ വിചാരിക്കും ഇത് കോവയ്ക്കായിരിക്കുന്നത്. ഫസ്റ്റിലെ നമ്മൾ നാസർ ബന്ധുവിൻ്റെ അടുത്ത് ചക്കളയ്ക്ക് പോയല്ലോ, അവിടെ പോയപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഈ പറയുന്ന കോവയ്ക്കായിരിക്കുന്നത്. അന്നേരം ബന്ധുവാണ് പറഞ്ഞത് ഇത് കോവയ്ക്കല്ല, പൊട്ടൽ എന്ന് പറയുന്ന ഒരു പച്ചക്കറിയാണ്. ഈ ബംഗാളിൽ മാത്രം കണ്ടുവരുന്ന, അല്ലെങ്കിൽ ബംഗാളിൻ്റെ ഉൾഗ്രാമങ്ങളിലൊക്കെ കൂടുതലും കൃഷി ചെയ്യുന്ന ഒരു പച്ചക്കറിയാണെന്നാണ് ബന്ധു നമ്മളോട് പറഞ്ഞു തന്നത്. പിന്നെ മലയാളം എനിക്ക് അറിയില്ല കേട്ടോ. പൊട്ടൽ അത് തന്നെ നമുക്കും വിളിക്കാം, അതേ ഇപ്പോൾ മാർഗ്ഗമുള്ളൂ. അപ്പം നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം, ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ട്. എന്താണ് ഇതിൻ്റെ അകത്ത് നമുക്ക് കാണണ്ടേ? ഇപ്പോൾ പയ്യ നമുക്ക് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. ഓക്കേ. ഓ, ഇത് നല്ല പഞ്ഞി പോലെയാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ ബയ്യ ഇത് കട്ട് ചെയ്ത് തന്നിരിക്കുകയാണ്. നല്ല പഞ്ഞി പോലെ ഉണ്ട്. അത് തൊടുമ്പോഴത്തേനും കോവയ്ക്കയല്ല, ഞാൻ പറഞ്ഞല്ലോ. ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് കോവയ്ക്ക അല്ല എന്നുള്ളത്. കോവയ്ക്ക നമുക്കറിയാലോ എങ്ങനെ ഇരിക്കുന്നതെന്നുള്ളത്. എന്തായാലും കോവയ്ക്കയുടെ അകം ഇങ്ങനെയല്ല. അപ്പോൾ ഇതാണ് ഈ സംഭവം, കണ്ടല്ലോ. അപ്പോൾ എന്തായാലും ബയ്യ പറഞ്ഞത് ഇതെങ്ങനെയാണ് പാചകം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നടുവിലൂടെ കട്ട് ചെയ്തതിന് ശേഷം ഇത് ഫ്രൈ ചെയ്ത് അവർ കഴിക്കുകയാണ് ചെയ്യുന്നത്. ഇവരിവിടെ ബ്രിഞ്ചാളും ഇതുപോലെ തന്നെ നടുവെ കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കാറുണ്ട്. സമാനമായ രീതിയിൽ തന്നെയാണ് ഇത് ഫ്രൈ ചെയ്ത് കഴിക്കാനാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. സബ്ജി ബനാത്തേക്ക് സബ്ജി ഓക്കെ. അതുകൂടാതെ തന്നെ ഇവർ ഈ നമ്മുടെ കൊഞ്ചുണ്ടല്ലോ അതൊക്കെ കിട്ടുന്ന സമയത്ത് അതിൻ്റെ കൂടെ നല്ല രീതിയിൽ ഇത് വെച്ച് ഉപയോഗിക്കാറുണ്ട്. ഫ്രൈ ആണ് പ്രധാനമായിട്ട് ഇവർ ഇതുകൊണ്ട് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു ബയ്യ. ഓക്കെ, ശുക്രിയ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ഇത് ശരിക്കും ജൂട്ടിൻ്റെ സ്റ്റിക്കല്ല കേട്ടോ ഇവർ ഉപയോഗിച്ച് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഒരു ടൈപ്പ് ലീഫാണ്, നദിയിൽ നിന്ന് ലഭിക്കുന്ന ലീഫാണ്. നമ്മുടെ നാട്ടിലൊക്കെ കമൽപ്പുല്ല് എന്നൊക്കെ പറയുന്ന കമലിൻ്റെ മിക്ക സിനിമകളിലും നമുക്കത് കാണാൻ കഴിയും. അതിൻ്റെ ആ ഒരു ലീഫാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. കമൽപ്പുല്ലിന് എന്താ പറയുക, എന്തായാലും പുല്ലാണിത്. ശരിക്കും പുല്ലുകൊണ്ടാണിത് ഈ സൈഡ് അവർ മറച്ചിരിക്കുന്നത്. മുകളിൽ അവർ മേഞ്ഞിട്ടുണ്ട് പുല്ല്, കണ്ടോ. അതിൻ്റെ മുകളിൽ അവർ ടാർപോൺ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ലെയറും കൂടി അവർ ഈ പറയുന്ന പുല്ല് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ പുല്ലുകൊണ്ട് മേഞ്ഞിരിക്കുന്നൊരു വീടാണ്. ഒരു ഭാഗത്ത് കുറച്ചൊക്കെ അവർ ടിൻ ഷീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ആദ്യം ഈ പറയുന്ന രീതിയിൽ പുല്ല്, അതിൻ്റെ തൊട്ട് താഴ്ഭാഗത്തായിട്ട് ഈ ടാർപോളിൻ ഷീറ്റ്, പിന്നെയും ഒരു ലെയർ പുല്ല് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ സൈഡ് മേഞ്ഞിരിക്കുന്നതും ഈ പുല്ല് തന്നെയാണ്. പിന്നെ ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ട് ഈ ഫ്രെയിം നിർമ്മിച്ചിരിക്കുന്നത് മുള കൊണ്ടാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു വീടിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മുടെ നദിയിലൊക്കെ കിട്ടുന്ന പുല്ല് ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ആ ബയ്യയുടെ വീട്ടിൽ നിന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ചുകൂടിയൊക്കെ ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വളരെ വിശാലമായി കൃഷി ചെയ്യുന്ന നിലക്കടല നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ വിശാലമായിട്ട് നിലക്കടല കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടു എത്ര കൃഷികളാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു നദിയിലാണ് ഈ കൃഷിയൊക്കെ അവർ ചെയ്തു വരുന്നത്. ടീസ്റ്റർ റിവറിലാണ് ഇതൊക്കെ കൃഷി ചെയ്തിരിക്കുന്നത്. മഴക്കാല സമയത്ത് ഇവിടെയൊക്കെ വെള്ളം കയറും. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലമുണ്ടല്ലോ, ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞ ഒരു 2 ആൾ പൊക്കം വെള്ളം വരും എന്ന് പറഞ്ഞത്. നമ്മൾ ആ നിന്ന ആദ്യം പോയ വീടുണ്ടല്ലോ, അതായത് ചേച്ചിമാരെ മുളക് പറിക്കുന്ന ആ ഒരു വീടും ആ സ്ഥലമൊക്കെ കണ്ടല്ലോ, അവിടെ എൻ്റെ ഈ ഒരു അളവിൽ വെള്ളം വരുമെന്ന് പറഞ്ഞത്. അത്രയും ഹൈറ്റിൽ വെള്ളം വരുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അത്രയും വെള്ളം വരുന്ന സമയത്ത് ഇവരിവിടെ നിന്ന് ഇതെല്ലാം മാറ്റി അവർ പോകും. പിന്നെയും ആ മഴക്കാലമൊക്കെ കഴിഞ്ഞ് ഫ്ലഡൊക്കെ കഴിയുമ്പോഴത്തേനും തിരിച്ചു വന്ന് അതുപോലെ ആ ഒരു വീട് പണിത്, താൽക്കാലിക ഷെഡാണല്ലോ, അതുപോലെ ആ വീട് പണിത് പിന്നീട് ഇവർ പിന്നെയും കൃഷി ആരംഭിക്കും. അങ്ങനെ അവരുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എവിടെയും എങ്ങനെയും കൃഷി ചെയ്യാമെന്നുള്ളതാണ്. മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. ഈ ഒരു സ്ഥലം വെറുതെ കിടക്കുകയായിരുന്നു. ഈ ഒരു സ്ഥലത്ത് വന്ന് അവർ ഈ പറയുന്ന രീതിയിൽ വളരെ മനോഹരമായി പലതരം കൃഷികൾ അവർ ചെയ്തു വരികയാണ്. അതുകൊണ്ട് അവർക്കൊരു ഉപജീവന മാർഗ്ഗമാണ്. മാത്രമല്ല നമ്മളെപ്പോലെ കേരളത്തിലുള്ള ആൾക്കാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടണമെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ കൃഷി ചെയ്യുന്ന ധാന്യങ്ങളും ചെറുധാന്യങ്ങളും പച്ചക്കറികളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവരെപ്പോലെയുള്ളവരൊക്കെ കൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ്, വെല്ലുവിളികളാണ്.
മഴക്കാല സമയങ്ങളിൽ അവർക്ക് പട്ടിണിയായിരിക്കും, വേറെ പ്രത്യേകിച്ച് വരുമാനമൊന്നും ഉണ്ടാകില്ല. ആ ഒരു സമയത്ത് വേനൽക്കാലത്ത് കൃഷി ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും സവോളയും മറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ടാണ് അവരുടെ ജീവിതം ആ ഒരു മഴക്കാലം തള്ളി നീക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കടയിൽ പോകുന്ന സാധനം വാങ്ങിക്കുന്നു, കഴിക്കുന്നു, അങ്ങനെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നു. കൃഷിക്കാരിവിടെ പണിയെടുക്കുന്നു, അധ്വാനിക്കുന്നു, വെയിലും മഴയും എന്നൊന്നും വേണ്ട, എല്ലാം അവർ കഷ്ടപ്പെട്ട് സഹിച്ച് എല്ലാ ജോലികളും ചെയ്ത് നമ്മളിലേക്ക് എത്തുമ്പം അവർക്ക് ചെറിയൊരു വേതനം കൂടിയാണ് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സങ്കടകരമായൊരു കാര്യം. ഞാൻ ചോദിച്ചു ഇതിൽ നിന്നൊക്കെ വലിയ വരുമാനം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മഴയൊക്കെ ഇടയ്ക്ക് മുട്ടിനൊക്കെ ഇപ്പോൾ പെയ്യുന്നുണ്ട്, മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പല കൃഷിക്കും കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട്, പിന്നെ മരുന്നടിച്ചില്ലെങ്കിൽ ഈ പറയുന്ന പുഴുക്കൾ, കീടങ്ങൾ ആക്രമിക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ഒരു ബുദ്ധിമുട്ടായിട്ട് പറയുന്നുണ്ട് നമ്മളോട്. അപ്പോൾ ശരിക്കും ഒരു കൃഷി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നുമല്ല. വരുമാനം കിട്ടിയേക്കാം, കിട്ടാതിരിക്കാം, ഒരു ലോട്ടറി എടുക്കുന്ന പോലെയാണ്. തമിഴ്നാട്ടിലൊക്കെ ഞാൻ പലപ്പോഴും പോകുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, കൃഷിയിടങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ചിലർ നല്ല അഭിപ്രായങ്ങൾ പറയാറുണ്ട്, ചിലർ പറയും ഇതിൽ നിന്നൊന്നും അധികം ലാഭമൊന്നുമില്ല, എങ്കിലും ജീവിച്ചു പോകണ്ടേ എന്നൊക്കെ ഓർത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ നാട്ടിലിപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് എല്ലാവരും ഉന്നമനത്തിലെത്തിയേക്കുന്നതുകൊണ്ട് നമ്മുടെ നാട്ടിലങ്ങനെ അധികം ആൾക്കാരൊന്നും കൃഷി ചെയ്ത് വരുന്നില്ല. എല്ലാവരും ജോലിയും ബിസിനസ്സും ഗവൺമെൻറ് ജോലികളൊക്കെ ആയിട്ട് മുന്നേറുകയാണ്. എന്നാൽ ഇതുപോലെയുള്ള ഗ്രാമങ്ങൾ പശ്ചിമ ബംഗാൾ, ബീഹാർ, UP, നമ്മുടെ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എവിടെ പോയാലും നമുക്ക് കാണാം ധാരാളം കൃഷിയിടങ്ങളുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കേരളം പോലെയല്ല. കേരളം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് സംസ്ഥാനത്ത് പോയി കഴിഞ്ഞാലും അത്യാവശ്യം വലിയ സംസ്ഥാനങ്ങളാണ്, ധാരാളം കൃഷി സ്ഥലങ്ങളുണ്ട്. നമുക്ക് കൃഷിയിടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും കൂടുതലുള്ളത് കുറച്ച് പാലക്കാടാണുള്ളത്, പിന്നെ ഉള്ളത് കുട്ടനാടാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ വിശാലമായി കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളൊന്നും കേരളത്തിൽ അങ്ങനെ അധികം കാണാനായിട്ട് കഴിയില്ല. പക്ഷേ ഇതുപോലെ പച്ചക്കറി ചെയ്യുന്ന സ്ഥലങ്ങളൊന്നും നമ്മുടെ നാട്ടിലില്ല എന്നുള്ളത് സത്യമാണ്. കാരണം പാലക്കാട് നമുക്കറിയാമല്ലോ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് നെല്ലാണ്, കുട്ടനാടാണെങ്കിലും നെല്ലാണ്, പിന്നെ വയനാടും ഇടുക്കിയിലും എല്ലാ ജില്ലകളിലും കുറേശ്ശൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്രയും വിശാലമായിട്ട് ഏക്കർ കണക്കിന് നോക്കത്താ ദൂരത്ത് പാടശേഖരങ്ങളിൽ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ എന്തായാലും ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള യാത്രകളിലൂടെയൊക്കെയാണ് നമുക്കത് കാണാൻ കഴിയുക. എന്തൊക്കെ തരം കൃഷികളാണ് ഇവർ ചെയ്യുന്നത്, എത്രയാണ് ഇവരുടെ വേതനം, എങ്ങനെയാണ് ഇവരുടെ ജീവിതം. ഗ്രാമങ്ങളിലാണ് ശരിക്കും നമ്മുടെ ഇന്ത്യ ഇരിക്കുന്നത്. ഗാന്ധിജി പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ ആത്മാവെന്ന് പറയുന്നത് ശരിക്കും ഗ്രാമങ്ങൾ തന്നെയാണ്. ഗ്രാമങ്ങളില്ലെങ്കിൽ വേറെ ഒന്നുമില്ല, ഗ്രാമങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കൃഷി നടക്കുന്നത്. ഭക്ഷിക്കാൻ ഒന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇവരെ പോലുള്ള ആൾക്കാരൊക്കെ അധ്വാനിക്കുന്നത് കൊണ്ടാണ് ശരിക്കും നമ്മളൊക്കെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നടക്കുന്നതും നിൽക്കുന്നതും ഓടുന്നതും ചാടുന്നതും അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരുപാട് ആൾക്കാരുടെ അധ്വാന ഫലമായിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ കൃഷിയിടങ്ങളിലൂടെയൊക്കെ നടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ. നിങ്ങൾക്കും അങ്ങനെ തന്നെയാവും. അപ്പോൾ എന്തായാലും ഈ കൃഷിയിടങ്ങളിലൂടെയൊക്കെ നടന്ന് മറ്റെന്തെങ്കിലും കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആ ഒരു ഭാഗത്ത് താമസിക്കുന്ന ഏതെങ്കിലും ഒരു വീട്ടിൽ, എല്ലാ വീട്ടിലും നമുക്ക് പോകാൻ പറ്റില്ല, ഏതെങ്കിലും ഒരു വീട്ടിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കൂടി കാണാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള യാത്ര അവിടെ നിന്ന് തുടരുകയും ചെയ്യാം. നമ്മളങ്ങനെ കുറച്ചുകൂടിയൊക്കെ ദൂരം നടന്ന് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ നദിയിൽ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് പലതരം കൃഷികൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. അതിൽ പ്രധാനമായിട്ടും നമ്മൾ കണ്ടത് മത്തങ്ങ ഒരു ഭാഗത്ത് കൃഷി ചെയ്തിട്ടുണ്ട്. മത്തങ്ങ അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ കായ്ക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം ഒരുപാട് മത്തങ്ങ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട്. അതിങ്ങനെ വിശാലമായിട്ട് പന്തൽ കെട്ടി വളർത്തുന്നുണ്ട്. അതിലൊക്കെ ഓരോ മത്തങ്ങയൊക്കെ തൂങ്ങിക്കിടക്കുന്നത് കാണാൻ കഴിഞ്ഞു. പിന്നെ അടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഞാൻ മുന്നേ സൂചിപ്പിച്ച ലവ് എന്ന ആ ഒരു പച്ചക്കറി. അതിനെക്കുറിച്ച് ഞാനൊന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു കേട്ടോ. ഇത് മലയാളത്തിൽ ഇതിന് പറയുന്നത് ചുരയ്ക്ക എന്നാണ്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, പക്ഷേ വിരളമായിരിക്കും. എല്ലാ സ്ഥലങ്ങളിലൊന്നും ഇത് നമുക്ക് കാണാനായിട്ട് കഴിയില്ല. എൻ്റെ വീട്ടിലൊന്നും ഈ ഒരു പച്ചക്കറി നട്ടു വളർത്തിയിട്ടില്ല കേട്ടോ. ഇത് അത്യാവശ്യം തൂക്കം വരുന്ന ഒരു പച്ചക്കറിയാണ്. ഞാൻ മുന്നേ സൂചിപ്പിച്ചല്ലോ 2-3 കിലോ ഒക്കെ വരാറുണ്ട്. 4 കിലോ വരെ വരുന്നുണ്ടെന്നൊക്കെയാണ് പിന്നീട് ഞാൻ അറിഞ്ഞത്. പക്ഷേ ഈ 4 കിലോ ഒന്നും ആയിക്കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അതിൽ നിന്ന് വിത്തെടുത്ത് പാകാനൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ. കഴിക്കാനായിട്ട് അത്രയും കിലോ ആയിക്കഴിഞ്ഞാൽ ഇവർ ഉപയോഗിക്കാറില്ല. അപ്പം അതിൻ്റെ ഒരു വിശാലമായ തോട്ടം നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പം അതിൻ്റെ പേര് മലയാളത്തിൽ ചുരയ്ക്ക എന്നാണ്. ഇപ്പോൾ ഞാൻ ഗൂഗിളിൽ അങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു കേട്ടോ അതിൻ്റെ പേര് ചുരയ്ക്ക. ഇത് നമ്മുടെ നാട്ടിൽ തോരൻ വയ്ക്കാനും പിന്നെ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് ഇടാനൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതൊക്കെ കണ്ട് കുറച്ചുകൂടിയൊക്കെ ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഭാഗത്ത് പീച്ചിങ്ങ കൃഷി ചെയ്യുന്ന കാഴ്ചകൾ കണ്ടു. അതൊക്കെ നമ്മുടെ നാട്ടിലുള്ളതാണ് പീച്ചിങ്ങ. പിന്നെ അതൊക്കെ കണ്ട് കുറച്ചുകൂടിയൊക്കെ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഭാഗത്ത് നിലക്കടല വിളവെടുക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. കുറച്ച് ചേച്ചിമാരിരുന്ന് നിലക്കടലയുടെ ചെടിയിൽ നിന്നും നിലക്കടല ഇങ്ങനെ വേർതിരിക്കുന്ന കാഴ്ചകളൊക്കെ കാണാൻ കഴിഞ്ഞു. അതിങ്ങനെ അവരവിടെ ഇരുന്ന് ചാക്കിൽ നിറയ്ക്കുകയാണ്.
ഞാൻ പിന്നെ അവരോട് കുശലങ്ങളൊക്കെ അന്വേഷിച്ചു, എത്ര രൂപയാണ് നിങ്ങൾക്ക് വേതനമായിട്ട് കിട്ടുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 250 രൂപയാണ് ഒരു ദിവസത്തെ വേതനം എന്നാണ്. രാവിലെ 9 മണിക്ക് പണി തുടങ്ങിയാൽ വൈകിട്ട് 5 മണി വരെയാണ് അവരുടെ പണി. ഉച്ചയ്ക്ക് 1 മണിക്കൂർ ബ്രേക്ക് ഉണ്ട്, ഫുഡൊക്കെ കഴിക്കാനായിട്ടുള്ള കുറച്ച് സമയം മാത്രം, ആ 1 മണിക്കൂർ. അല്ലാത്ത സമയമെല്ലാം അവർ ഇങ്ങനെയുള്ള പണികളിൽ ഏർപ്പെട്ടിരിക്കും. കൃഷിയിടങ്ങളിൽ പണിയെടുക്കുന്ന ആൾക്കാർക്കെല്ലാം ആ ഒരു തുക തന്നെയാണ് ഇവിടെ സ്ത്രീകൾക്ക് ലഭിക്കുക എന്നുള്ളതാണ് ഇവർ നമ്മളോട് പറഞ്ഞത്. എന്തായാലും ഇവിടെ ചേച്ചിമാരിരുന്ന് ഒരു ഭാഗത്ത് നിലക്കടല അതിൻ്റെ ചെടിയിൽ നിന്ന് വേർതിരിച്ച് ചാക്കിൽ നിറയ്ക്കുന്ന കാഴ്ചകൾ കാണാൻ കഴിഞ്ഞു. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ പിന്നെയും നമ്മുടെ നടത്തം തുടരുകയാണ്. കർഷകരെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുള്ളത്, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ രാജീവ് ഗാന്ധി, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളിലൂടെ അദ്ദേഹം പറഞ്ഞത്, കർഷകർ നമ്മുടെ രാജ്യത്തിൻ്റെ നട്ടലാണ്, കൃഷിയുടെ പുരോഗതി ഇല്ലാതെ രാജ്യത്തിൻ്റെ പുരോഗതി സാധ്യമാകില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. മാത്രമല്ല, കർഷകർ ദുർബലരായാൽ രാജ്യം സ്വയം പര്യാപ്തത നഷ്ടപ്പെടും, അവർ ശക്തരായാൽ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും ശക്തമാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശ്രീ രാജീവ് ഗാന്ധി കർഷകരെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന ശക്തിയായിട്ട് കണ്ടിരുന്നു. മാത്രമല്ല, ഗ്രാമീണ വികസനവും കാർഷിക പുരോഗതിയും ദേശീയ വികസനത്തിൻ്റെ അടിത്തറയാണെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് കൃഷിയിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വർദ്ധിപ്പിക്കണമെന്നൊക്കെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയം. കർഷകരുടെ ക്ഷേമവും സ്വയം പര്യാപ്തതയും രാജ്യത്തിൻ്റെ ശക്തിയുമായി നേരിട്ട് ബന്ധപ്പെടുത്തണമെന്നൊക്കെ അദ്ദേഹം ആ ഒരു സമയത്തൊക്കെ അഭിപ്രായപ്പെട്ടിരുന്നു. ശക്തമായ കർഷക സമൂഹം, ശക്തമായ ഇന്ത്യയെ സൃഷ്ടിക്കപ്പെടുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. കർഷകരുടെ കൈകളിലെ സമൃദ്ധിയാണ് ഇന്ത്യയുടെ ഭാവി സുരക്ഷിതമാക്കുന്നത്. ഇതായിരുന്നു രാജീവ് ഗാന്ധിയുടെ കാർഷിക ദർശനത്തിൻ്റെ സാരം. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ നല്ലതായിരുന്നു. പക്ഷേ നമുക്കറിയാം, നമ്മൾ പല സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്, കർഷകരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, കർഷകരുടെ ക്ഷേമത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട്, അവരുടെ ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ 3/4 ഭാഗവും അവർ കൃഷിസ്ഥലങ്ങളിലാണ്. രാവിലെ 9 മണിക്ക് ജോലിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകിട്ട് 5 അല്ലെങ്കിൽ 6 മണി വരെ ജോലി ചെയ്യുന്ന ആൾക്കാരെയാണ് നമുക്ക് കാണാൻ കഴിയുക. ആ സമയത്ത് വെയിലുണ്ടാവും, മഴയുണ്ടാവും, തണുപ്പുണ്ടാകും. ഇതിനെയൊക്കെ അവർ അതിജീവിച്ചാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നിട്ട് അവർക്ക് കിട്ടുന്ന വേതനം വളരെ നിസ്സാരമാണ്. ഇടനിലക്കാരും കച്ചവടക്കാരുമാണ് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നത്. കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ 3/4 ഭാഗവും ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത് കൃഷിയിടങ്ങളിലാണ്. അങ്ങനെ ഈ കൃഷിയിടങ്ങളിലൂടെയും പിന്നെ കൃഷിയിടങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരുടെ വീടുകളൊക്കെ കണ്ട് നടക്കുന്ന കൂട്ടത്തിൽ കുറച്ചൊന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഭാഗത്തായിട്ട് പുൽമേട് കണ്ടു. അവിടെ കുറച്ച് പശുക്കളൊക്കെ ഇങ്ങനെ മേഞ്ഞ് കിടക്കുന്നുണ്ട്. മനോഹരമായൊരു പുൽമേട്. നമ്മുടെ നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ ക്രിക്കറ്റെങ്കിലും കളിക്കായിരുന്നു. ഇവിടെ പിന്നെ കളിക്കാനൊന്നും ആരുമില്ല. പിന്നെ മാത്രമല്ല, ധാരാളം ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്ന റിവറാണല്ലോ. അതുകൊണ്ട് ഇതുപോലെ പല സ്ഥലങ്ങളിലും പുൽമേടുകൾ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഈ ഒരു സമയത്ത് 1-2 കാര്യങ്ങൾ പറയാം. നമ്മൾ ടീ സ്റ്റാർ റിവർ എന്നിങ്ങനെ കുറച്ച് തവണ പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ ടീ സ്റ്റാർ റിവർ എന്നുള്ളത് നമുക്കറിയണ്ടേ? അല്ലെങ്കിൽ ഇത് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്നൊക്കെ നമുക്കറിയണ്ടേ? ഈ ഒരു ടീ സ്റ്റാർ റിവർ ഉത്ഭവിക്കുന്നത് ഹിമാലയൻ സാനുക്കളിൽ നിന്നാണ്. ഹിമാലയൻ സാനുക്കളിൽ നിന്ന് ഉത്ഭവിച്ച് സിക്കിമിലൂടെയൊക്കെ കടന്ന് പശ്ചിമ ബംഗാളിൽ എത്തിച്ചേരുകയും പശ്ചിമ ബംഗാളിൽ നിന്നൊഴുകി ബംഗ്ലാദേശിലേക്ക് പോവുകയും ബംഗ്ലാദേശിൽ നിന്ന് പിന്നെയും ഒഴുകി അത് ബ്രഹ്മപുത്ര നദിയുമായിട്ട് ചേർന്ന് അവസാനം അത് വേ ഓഫ് ബംഗാളിൽ ചെന്ന് അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ ചെന്നാണ് അത് അവസാനം പതിക്കുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു നദിയെക്കുറിച്ച് പറയാനാണെങ്കിൽ അത്യാവശ്യം വലിയ നദിയാണ്. പശ്ചിമ ബംഗാളുകാരുടെയും സിക്കിമുകാരുടെയും പ്രധാന ആശ്രയം എന്ന് പറയുന്നത് ഈ ഒരു നദി തന്നെയാണ്, ടീ സ്റ്റാർ റിവർ തന്നെയാണ്. അതിനുള്ള പ്രധാന ഉദാഹരണം നമ്മൾ കണ്ടു കഴിഞ്ഞു, കൃഷി കണ്ടു. മാത്രമല്ല പല സ്ഥലങ്ങളിലും ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പവർ ഹൗസുകൾ പല സ്ഥലങ്ങളിലും ഈ ഒരു നദിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ജലസേചനത്തിനും വൈദ്യുതി ഉൽപ്പാദനത്തിനൊക്കെ ആയിട്ട് വളരെ ഉപകാരപ്പെടുന്ന ഒരു നദി തന്നെയാണ് ടീ സ്റ്റാർ റിവർ എന്ന് പറയുന്നത്. വളരെ വിശാലമായിട്ട് ഒഴുകുന്ന നദിയാണ്. പിന്നെ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 414 കിലോമീറ്ററാണ്. 414 കിലോമീറ്റർ ഒഴുകിയിട്ടാണ് ഈ നദി ഈ പറയുന്ന സ്ഥലങ്ങളിലൂടെയൊക്കെ ഒഴുകി വേ ഓഫ് ബംഗാൾ അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് പതിക്കുന്നത്. പിന്നെ ഇതിനിടയിലൊക്കെ ഈ നദികൾ പല നദികളൊക്കെ ആയിട്ട് ചേരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഗംഗാ നദിയൊക്കെ ആയിട്ട് ചേരുന്നുണ്ട്, അതിൻ്റെ കൈവഴിയൊക്കെ ആയിട്ട് ഇടയ്ക്കൊക്കെ മാറി ഒഴുകുന്നൊക്കെ ഉണ്ട്. അങ്ങനെയും ഇത് ഒഴുകി ചേരുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ അവസാനം എന്ന് പറയുന്നത് വേ ഓഫ് ബംഗാളിൽ തന്നെയാണ്, അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ നദി ജനങ്ങൾക്ക് ഉപകാരങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ ഉപദ്രവവും ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വർഷകാലത്ത് മഴക്കാലത്ത് ഈ നദിയോട് ചേർന്നുള്ള ഗ്രാമങ്ങളിൽ ഫ്ലഡ് വന്ന് അവർക്ക് മാറി താമസിക്കേണ്ട സാഹചര്യങ്ങൾ വരാറുണ്ട്, അവരുടെ വീടുകൾ നശിക്കാറുണ്ട്. അങ്ങനെ മഴയെല്ലാം കഴിഞ്ഞ് ഈ പറയുന്ന രീതിയിൽ പുതിയതായിട്ട് വീടൊക്കെ കെട്ടണമെങ്കിൽ പിന്നീടും ആ ഗ്രാമത്തിലുള്ള ആൾക്കാർക്ക് സാമ്പത്തികം കണ്ടെത്തണം. അങ്ങനെ നദികളെന്ന് പറയുന്നത് ഉപകാരവും ഉണ്ടാവും, ചെറിയ രീതിയിൽ ഉപദ്രവം ഉണ്ടാകാറുണ്ട് കേട്ടോ. എന്തായാലും ഈ ഒരു സ്ഥലത്തൂടെ നടന്നപ്പം ഈ ഒരു നദിയെക്കുറിച്ച് പറഞ്ഞെന്ന് മാത്രം.
അങ്ങനെ നമ്മൾ ടീസ്റ്റ നദിയിൽ നിന്ന് അവിടെ കൃഷി ചെയ്യുന്ന കാഴ്ചകളും അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ ജീവിതമൊക്കെ കണ്ടതിന് ശേഷം മെയിൻ റോഡ് ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഭാഗത്ത് ടീസ്റ്റ നദിയും മറുഭാഗത്ത് കുറേ വീടുകളിങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ ഉണ്ടെന്നുള്ളത്. ആ ഒരു ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ഭാഗത്ത് ടീസ്റ്റ നദിയാണ്. ഈ തൊട്ട് താഴെ തന്നെ ടീസ്റ്റ നദിയാണ്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്താണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ ഈ ഗ്രാമത്തിലെ റോഡാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു വീട്ടിൽ കയറിയിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇവിടെ ഏതെങ്കിലും പയ്യന്മാരോട് ചോദിക്കാം, ഒന്ന് വീട്ടിൽ കയറിക്കോട്ടെ എന്നുള്ളത്. ചോദിച്ചിട്ട് വേണം കയറാനായിട്ട്, അല്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു വീട് നമുക്ക് നോക്കാം, എന്നിട്ട് അവിടെ പോയിട്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാം. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് താമസിക്കുന്ന ആൾക്കാരുടെ ഒരു വീട്ടിലാണ് ഞാനിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 2-3 വീടുകളൊക്കെ കാണാം. വീടുകളല്ല, അത് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നത് ഒരു വീടിൻ്റെ അടുക്കളയാണ്. ഇതിനോട് ചേർന്ന് ഒരു ഭാഗത്തായിട്ട് അവരുടെ വീട് കാണാം, ഒരു ഭാഗത്ത് ഒരു ചെറിയ ഷെഡ് കാണാം, അതിനകത്ത് താമസമുണ്ട്. പിന്നെ ഒരു ഭാഗത്തായിട്ട് പശുവിന് അല്ലെങ്കിൽ ആടുമാടുകൾക്ക് വേണ്ടിയിട്ടുള്ള ഷെഡും ഇവിടെയുള്ള ഗ്രാമവാസികൾ പണിതിട്ടുണ്ട്. എല്ലാ വീടുകളും നമ്മളിപ്പോൾ കാണുന്ന ഈ ലൈനായിട്ടുള്ള എല്ലാ വീടുകളിലും ഇതേ രീതിയിൽ തന്നെയാണ്, സമാനമായ രീതിയിൽ തന്നെയാണ് കാഴ്ചകൾ കാണാൻ കഴിയുക. എല്ലാ വീടുകളിലും ആടുമാടുകളുണ്ടാകും, കോഴിയുണ്ടാകും, മാത്രമല്ല കൃഷിയിടങ്ങളിൽ പോയി കൃഷിയും ചെയ്യും. ഇതൊക്കെയാണ് ഇവരുടെ ഉപജീവനം പറയുകയാണെങ്കിൽ. എന്തായാലും നമ്മൾ അവിടെ കണ്ട പോലെയല്ല. അവിടെ ഞാൻ പറഞ്ഞല്ലോ, മഴക്കാല സമയങ്ങളിൽ അവർ വേറെ പോയി അവരുടെ സ്വന്തം വീടുകളിലൊക്കെ താമസിക്കും. അവർക്ക് വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടെ പോയിട്ടാണ് അവർ താമസിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇവർ സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഇവർ വേറെ എവിടെയും പോവില്ല, ഈ ഒരു ഭാഗത്ത് തന്നെ താമസിക്കുകയാണ്. പക്ഷേ വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് ആ ഒരു സാഹചര്യം വരികയാണെങ്കിൽ എന്തായാലും ഇവരെ ഇവിടെ നിന്ന് ഗവൺമെൻറ് മറ്റ് സ്കൂളുകളിലേക്ക് അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ മാറ്റി പാർപ്പിക്കാറുണ്ട്. പക്ഷേ ഇവരുടെ സ്ഥലം എന്ന് പറയുന്നത്, സ്വന്തം സ്ഥലം എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും. ഇവർക്ക് വേറെ ഭൂമിയോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളോ ഒന്നുമില്ല. ഇവിടെ തന്നെയാണ് ഇവർ താമസിക്കുന്നത്, ഇവിടെ തന്നെയാണ് ഇവർ കൃഷി ചെയ്യുന്നത്, ഇവിടെ തന്നെയാണ് അവർ ആടുകളെയും മാടുകളെയൊക്കെ വളർത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിച്ചേക്കാം, ആ ഒരു സമയത്ത് ഈ ആടുമാടുകളൊക്കെ ഇവരെന്ത് ചെയ്യുന്നു ഈ വെള്ളം പൊങ്ങുന്ന സമയത്ത്? ആ സമയത്ത് അതിനെയും മാറ്റിക്കിട്ടും കേട്ടോ, എങ്കിലല്ലേ അതിന് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. എന്തായാലും ടീസ്റ്റ നദിയോട് ചേർന്നുള്ള വീടുകൾ താമസിക്കുന്ന ആൾക്കാരുടെ വീട് നിർമ്മാണ രീതി ഇങ്ങനെയാണ്. ടിൻഷീറ്റാണ് മിക്ക വീടുകളും നമുക്ക് കാണാൻ കഴിയുക. സൈഡാണെങ്കിലും മേൽക്കൂരയാണെങ്കിലും എല്ലാം അവർ ഉപയോഗിച്ചിരിക്കുന്നത് ടിൻഷീറ്റാണ്. പിന്നെ അടുക്കള മാത്രം അവർ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ജൂട്ടിൻ്റെ സ്റ്റിക്കാണ്. സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് ഇവർ അടുക്കള നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചാണകമാണ് മെഴുകിയിരിക്കുന്നത്, ചാണകം മെഴുകിയിട്ടുണ്ട്. മേൽക്കൂരയായിട്ട് ജൂട്ടിൻ്റെ സ്റ്റിക്കും ടാർപോളിൻ ഷീറ്റും പിന്നെ കുറച്ച് ടിൻഷീറ്റൊക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ടിൻഷീറ്റ് ശരിക്കും ബംഗാളിൽ ഇപ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. എവിടെ ചെന്നാലും നമുക്ക് കാണാം ടിൻഷീറ്റുകൾ കൊണ്ടുള്ള വീടുകളൊക്കെ. കഴിഞ്ഞ യാത്രകളിൽ നമ്മൾ ടോട്ടുപാറയൊക്കെ പോയ സമയത്ത് അവിടെയും കണ്ടിരുന്നു ധാരാളം ടിൻഷീറ്റ് ഉപയോഗിച്ചിരുന്ന വീടുകൾ. പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ തനതായിട്ടുള്ള വീടുകളൊന്നും നമുക്കിപ്പോൾ ഒരിടത്തും കാണാൻ സാധിക്കില്ല. ആദ്യകാലങ്ങളിൽ ഞാനൊരു 4-5 വർഷം മുന്നേയൊക്കെ ഈ വഴിയിലൂടെയൊക്കെ യാത്ര ചെയ്തിരുന്നു. ആ സമയത്തൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാമ്പു, മുള കൊണ്ട് നിർമ്മിച്ച കുറേ വീടുകളുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല, അതെല്ലാം മാറി ഇപ്പോൾ ടിൻഷീറ്റും കോൺക്രീറ്റ് വീടുകളിലേക്കൊക്കെ മാറിയിരിക്കുകയാണ്. അപ്പോൾ അത്രയും ജീവിത നിലവാരം ഉയർന്ന് നല്ല നിലയിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുകയാണ്. അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ വീട്ടിൽ താമസിക്കുന്നത് ഒരു ബയ്യയുണ്ട്, പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്, പിന്നെ ഒരു അപ്പൂപ്പനുണ്ട്. അവരൊക്കെയാണ് ഈ ഒരു വീട്ടിൽ താമസിക്കുന്നത്. പിന്നെ പ്രായമായ അമ്മൂമ്മയുണ്ട്. അത്യാവശ്യം അങ്ങനെ ഒരു ചെറിയ ഫാമിലിയാണ് ഇവിടെ താമസിക്കുന്നത്. പിന്നെ ഒരു കാര്യം നമുക്ക് കാണാൻ കഴിഞ്ഞത്, ഇവിടെ ഒരു ബയ്യ ഒരു ഫ്രെയിം ഉണ്ടാക്കുന്നുണ്ട് മുള കൊണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് ഈ മുള കൊണ്ട് ഈ ഫ്രെയിം ഉണ്ടാക്കുന്നത്? എന്തെങ്കിലും വേലി കെട്ടാനാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതല്ല, ഈ കാണുന്ന ഈ ജൂട്ട് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു വാള് കണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുതിയതായിട്ട് അവരുണ്ടാക്കിയാണ്. അത് ഇതിന് വേണ്ടിയിട്ടല്ല, ഇവിടെ ആടുമാടുകളെ വളർത്തുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഉണ്ടാക്കുന്നത്. അവിടെയൊക്കെ ഇപ്പം മാറ്റാറായിട്ടുണ്ട്. ഇത് 2 അല്ലെങ്കിൽ 3 വർഷം കൂടുമ്പം ഇങ്ങനെ മാറ്റി പണിതുകൊണ്ടേ ഇരിക്കണം. ചിലപ്പം 1 വർഷം ചിലപ്പോൾ നിൽക്കും. നല്ല മഴയൊക്കെ ആണെങ്കിൽ 1 വർഷമൊക്കെ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞു. ചില സമയങ്ങളിൽ 2 വർഷമൊക്കെ കിട്ടാറുണ്ട്. എപ്പോഴും പക്ഷേ അത് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം. പിന്നെ മുള ഇവിടെ അത്യാവശ്യം ലഭ്യമായതുകൊണ്ട് മുള വെട്ടിയിട്ട് ജൂട്ടിൻ്റെ സ്റ്റിക്ക് ഈ കാണുന്ന രീതിയിൽ അടുക്കിയാണ് അവർ ഈ കാണുന്ന ഷെഡുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. മഴക്കാലങ്ങളിൽ ഇവിടെ വെള്ളം കയറാത്ത സ്ഥലങ്ങളിലൊക്കെ ധാരാളം ജൂട്ട് കൃഷി ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല അല്ലാത്ത കാലങ്ങളിലും ചെയ്യുന്നുണ്ട്, പക്ഷേ വേനൽക്കാലത്ത് ഒരിക്കലും ജൂട്ട് കൃഷി ചെയ്യുന്നില്ല കേട്ടോ. ആ സമയത്ത് പച്ചക്കറിയും മറ്റ് നാണ്യവിളകളുമാണ് ഇവിടെ കൃഷി ചെയ്തു വരുന്നത്. അപ്പോൾ ഇദ്ദേഹം കൊണ്ട് വളരെ ഭംഗിയായിട്ട് ആ ഒരു ഫ്രെയിം ഉണ്ടാക്കി അതിലിങ്ങനെ ജൂട്ടിൻ്റെ സ്റ്റിക്ക് ഇങ്ങനെ അടുക്കി നല്ല രീതിയിൽ അത് ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇതിപ്പോൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു രീതി ശരിക്കും ഈ ഒരു ഗ്രാമത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കാണാൻ പറ്റി. ഇന്നിപ്പോൾ ഇദ്ദേഹം ഇത് ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്കിതിങ്ങനെയാണ് നിർമ്മിക്കുന്നത്. ഇതിൻ്റെ വാള് നിർമ്മിക്കാനായിട്ട് ഈ ഒരു രീതിയാണ് അവർ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും നല്ലൊരു വ്യക്തിയാണ് കേട്ടോ ഇദ്ദേഹം. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, വീഡിയോ എടുത്തോട്ടെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല കേട്ടോ. നമ്മളിങ്ങനെയാണ് ഗ്രാമങ്ങളിലൂടെയൊക്കെ പോയി കഴിയുമ്പം എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് നമ്മളെ സൽക്കരിക്കുന്നത്. ആരും ഇറങ്ങിപ്പോടാ എന്ന് ഇതുവരെയായിട്ടും ആരും പറഞ്ഞിട്ടില്ല. എല്ലാ ഗ്രാമങ്ങളിലും അങ്ങനെയാണ്, നമ്മളെ നല്ല രീതിയിൽ തന്നെയാണ് അവർ വരവേൽക്കുന്നത്. എന്ന് പറഞ്ഞ മോശം അനുഭവങ്ങളില്ല എന്നല്ല, ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ വീഡിയോയിൽ കാണിക്കാറില്ല. നമ്മളങ്ങനെ വീഡിയോ കാണിക്കുന്നത് മോശമാണ്, അത് പറയുന്നതും ശരിയല്ല. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പോസിറ്റീവായ കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് ബുദ്ധിമുട്ടുകൾ പലപ്പോഴും ഉണ്ടാകുമ്പോഴും ഞാൻ അങ്ങനെ ഒരിക്കലും അതിനെ പൊക്കി കാണിക്കാറില്ല.
അതിനെ ഞാനത് സൈലൻ്റാക്കി നിർത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴും നല്ലത് എന്ന് മാത്രം വിശ്വസിച്ച് യാത്ര ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. എല്ലാവരും നല്ലവരാണ്, എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും മനുഷ്യരും തമ്മിൽ സ്നേഹിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ബംഗാളികൾ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ സേവനങ്ങൾ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ വീട് പണിയാനാണെങ്കിൽ പോലും കുറേയൊക്കെ ആൾക്കാർ, 1-2 പേരെങ്കിലും മിനിമം ബംഗാളിൽ നിന്ന് വന്ന ആൾക്കാർ കാണും. യു പിയിൽ നിന്നുണ്ട്, അതോടൊപ്പം തന്നെ ബീഹാറിൽ നിന്നുണ്ട്, എല്ലാവരും ഉണ്ട്, ഇല്ലെന്നല്ല. എങ്കിലും 1-2 ബംഗാളികളെങ്കിലും നമ്മൾ വീട് പണിയുന്ന സമയത്ത് അവരവിടെ വന്ന് ജോലി ചെയ്യാറുണ്ട്, നമുക്കറിയാമല്ലോ. അപ്പോൾ എന്തായാലും ശാരദാപ്പള്ളി എന്ന ഈ ഭൂപ്രദേശത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ടീ സ്റ്റാർ റിവറിലെ കാഴ്ചകൾ മാത്രമല്ല, ടീ സ്റ്റാർ റിവറിനോട് ചേർന്ന് താമസിക്കുന്ന കുടുംബങ്ങളിലെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കാഴ്ചകൾ ഇനിയും നമുക്ക് ഒരുപാട് കാണാനുണ്ട്. പക്ഷേ അത് ഇന്നത്തെ വീഡിയോയിലല്ല, അത് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം. അതുവരെ അവർക്കും ബൈ.